നമസ്കാരം. കേരളത്തിൽ പോളിംഗ് ശതമാനം കുത്തനെയാണ് ഉയരുന്നത്. 50% പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടത്. ഈ രീതിയിൽ പോയാൽ 90% പോളിംഗ് ഉയരാൻ സാധ്യതയുമുണ്ട്. ബൂത്തുകളിൽ രാവിലെ മുതൽ നീണ്ട ക്യൂ ആണ് പ്രത്യക്ഷപ്പെട്ടത്. നഗര ഗ്രാമപ്രദേശങ്ങളിലെല്ലാം രേഖപ്പെടുത്തുന്നത് കനത്ത പോളിംഗ് ആണ്. പോളിംഗ് ശതമാനം ഉയർന്നതോടെ UDF കേന്ദ്രങ്ങൾ ആഹ്ലാദത്തിലാണ്. ഉയർന്ന പോളിംഗ് ശതമാനം സാധാരണയായി UDFനെയാണ് തുണയ്ക്കാറ്. ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന വിലയിരുത്തൽ ശരിയാകുമെന്നാണ് കോൺഗ്രസ് അനുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയും കടുത്ത ഇടത് വിരുദ്ധ വികാരം സൃഷ്ടിച്ചുവെന്ന് കോൺഗ്രസ് വിലയിരുത്തിയിരുന്നു. CPM BJP ഡീൽ വിവാദം ആദ്യം ഉയർത്തിയ UDF പിന്നീട് ശബരിമലയും സർക്കാർ വിരുദ്ധ പ്രചാരണവുമാണ് ശക്തമാക്കിയത്. 100ഓളം സീറ്റുകൾ UDFന് ലഭിക്കും എന്ന അനുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF നേതൃത്വം. പക്ഷേ LDF കേന്ദ്രങ്ങളും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. പോളിംഗ് ശതമാനം ഉയർന്നത് UDFനെയാണ് തുണയ്ക്കുക എന്നുള്ള വാദത്തിൽ കഴമ്പില്ലെന്നാണ് ഇടത് നേതാക്കളുടെ പ്രതികരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നിട്ടും അത് LDFനെയാണ് തുണച്ചതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ക്ഷേമ പെൻഷൻ വർധനവിലും അത് കൃത്യമായി കൊടുത്തു തീർത്തതിലും വലിയ പ്രതീക്ഷയാണ് ഇടത് ക്യാമ്പിനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള അതിശക്തമായൊന്നും ഇക്കുറി തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും നേതാക്കൾ പറയുന്നു. മിക്ക ഇടത് MLAമാരും ജയിച്ചു കയറുമെന്നും ഇടത് MLAമാരുടെയും മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഇടതു നേതാക്കൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ UDFന് ചരിത്ര വിജയമുണ്ടാകുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പ്രതികരിച്ചത്. ഇന്ന് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പിണറായി സർക്കാർ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുമെന്നും ആന്റണി പറഞ്ഞു. UDF വിജയം പകൽ പോലെ വ്യക്തമാണ്. ജനം കണക്ക് ചോദിക്കുന്നത് 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്കാണ്. കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇക്കുറി കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുക എന്നും ആന്റണി പറയുന്നു. വോട്ടെടുപ്പിനിടയിൽ പ്രശ്നങ്ങളും തലപൊക്കിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ പിലിക്കൂട് AUP സ്കൂളിലെ 137 നമ്പർ ബൂത്തിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി ഉയർന്നത്. കള്ളവോട്ട് ചെയ്യുന്നുവെന്ന് UDF ഏജന്റ് ആരംഭിച്ചതോടെയാണ് പ്രശ്നം തുടങ്ങിയത്. ഈ സമയത്ത് ബൂത്തിലെത്തിയ സന്ദീപ് വാര്യർ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി വന്നത്. ഒളി ക്യാമറയുള്ള കണ്ണട ധരിച്ച് പോളിംഗ് ബൂത്തിലെത്തിയ UDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റും പിടിയിലായിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്.